കുളിയെ തൊട്ട് അശക്തമായാൽ ഹിസ്സിൽ തന്നെ അശക്തം, അനുഭവത്തിൽ തന്നെ. അതെന്തേലും ഫഖദിൽമായി അതല്ലേ ഹിസ്. സാക്ഷാൽ അജ്സ്, സാക്ഷാൽ അജ്സ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഇല്ല, ഇന്നും നോക്കാൻ കഴിയില്ല. ഇനി എന്ത് കളിച്ചിട്ട് എന്ത് വേണ്ടി വെള്ളം ഇല്ലെങ്കിൽ ഔശറൻ, അല്ലെങ്കിൽ മതപരമായ മുടക്കം. മതപരമായ മുടക്കം ലിഖശിയത്തി മുബീഹി തയമ്മുമിൻ, ലിഖശിയത്തി മുബീഹി തയമ്മുമിൻ മിമ്മാ മർറാൻ ദം. തയമ്മുമിനെ ഹലാലാക്കുന്ന വല്ലതും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, അതായത് വെള്ളം ഉപയോഗിച്ചാൽ എത്ര കണ്ട് കിടങ്ങാറ് വരുമോ അത്ര കണ്ട് കിടങ്ങാറ് എന്ത് ഉപയോഗിച്ചാ വരുന്നു? കുളിച്ചു കഴിഞ്ഞാൽ വരും. വെള്ളം ഉപയോഗിച്ചാൽ എന്ത് പ്രയാസമാണോ വരുന്നത്? ഖശിയത്ത് മുബീഹി തയമ്മും, ഈ ഖശിയത്ത് മുബീഹി തയമ്മും. അന്ന് തയമ്മത്തിന്റെ ഭാഗം പഠിച്ചിട്ടില്ലേ? ഒന്നെടുക്ക്, ഒന്ന് ഇതല്ലേ ഒന്ന്. ഇത് മൂന്നാമത്തെ ഖശിയത്ത് മുബീഹി തയമ്മും. ആ ഖശിയത്ത് മുബീഹി തയമ്മും എന്തിനാൽ? മിമ്മാ മർറാൻ 1343 1343 മരിക്കണ്ടി വീട് പോരാ. الثالث من الأسباب مرض يخاف معه مبيح التيمم من استعمال الماء على منفعة عضو وكذا بطول البر أو الشيء الفاحش في عضو ظاهر. നല്ല അങ്ങനത്തെ പ്രയാസം വെള്ളം തട്ടിയാൽ, അല്ലെങ്കിൽ ജലദോഷം ചുമ, എന്നാ തയമ്മ പൗഡർ ഇടണം. അത് കപ്പലുകാരുടെ ദലീലാണ്. സാനിക്കാർ പറയുന്നത് തയമ്മം ചെയ്യേ വേണ്ടവർ ഉള്ള നിറവും കളയണ്ടാകും, അവർക്ക് ഖണ്ഡനം കൊടുക്കാൻ. ഇതെന്ന് പറഞ്ഞാൽ സയന്റിഫിക് ആയിട്ടല്ല പറയുന്നത്. കുളി എന്ന് പറഞ്ഞാൽ കുർബത്തും നളാഫത്തുമാണ്. നളാഫത്ത് ഉണ്ടാവുകയില്ലെങ്കിലും ഇബാദത്ത് ഉണ്ടാവൂലേ? പിന്നെ മണ്ണോണ്ടിടുന്ന ടൈല് വരുത്ത് സാനിക്കാർ ചോദിച്ചത്. മണ്ണോണ്ടിടാ ടൈല് വലിയന്നഹു, കൂടാതെ മണ്ണ് അനിൽ വാജിബീൻ. അതെ, തയമ്മത്തെ തൊട്ട് ഫർളിനെ തൊട്ട് പോലും ഏത് പകരം നിൽക്കുന്നു? തയമ്മും. എങ്കിൽ മന്ദൂബിനെ തൊട്ട് പകരം നിൽക്കാം. തയമ്മത്തിന് കപ്പാസിറ്റി ഉണ്ടാവില്ലേ? എന്തി പറയും, മണ്ണിണ്ടാവും. ഈ മണ്ണ് ഉപയോഗിക്കൽ വരുന്നു സുന്നത്തായ 2 ഡസൻ കുളി ഇതിൽ പറയുന്നുണ്ട്. എല്ലാം ഉണ്ട്, 1 ഡസനും പോലെ എല്ലാം ഉണ്ട്. ഇത് നല്ല രസമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ നേരം വെളുത്ത് മോദിയാകുമ്പോഴേ കരുതി തീർക്കണം പോലെ ചിന്തിക്കാൻ അവസരം തരില്ല. 102 ആളുമുണ്ട്. ഉമ്രന്റെ ഒന്നറിഞ്ഞൂടാ പോലും മുളക്ക വരണ്ടിന്ന് പ്രതീച്ചടിച്ച് പെയ്യ തെറ്റുണ്ടെങ്കിൽ തിരുത്താന്ന് കൊണ്ട് വായി കിട്ടിയതല്ല, ഉപയോഗത്തിലുള്ളത് മാത്രം. എന്തിനാണ് ആ പോയി കുളിക്കുന്നത്? ഇങ്ങനെ ഓരോന്നോരോന്ന് നിങ്ങൾ അങ്ങോട്ട് തന്നെ ചോദ്യമാണ്. നല്ല ടൈപ്പ് ചോദ്യം, നല്ല ടൈപ്പ് കിതാബൊക്കെ ഉണ്ടാന്ന് പറഞ്ഞു. നമ്മളെ കിതാബ് നമുക്ക് അറിഞ്ഞൂടാന്ന്. കുളിയെ പറ്റിയുണ്ടല്ല, കുളി സമയത്ത് ആരെങ്കിലും ഉപേക്ഷിച്ചാൽ ഒന്നൊന്നാവൂല. നോക്കിയാ അമീറ 2-ാം ജ്യൂസ് എന്തിനാണാവോ ഈ കുളിയുന്നത്? കുളി സുന്നത്തുള്ള ഒരു സന്ദർഭത്തിലും യാതൊരു കാരണവശാലും കുളി ഉപേക്ഷിക്കരുത്. ഇത്തരം കുളി ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നു, അശ്രദ്ധ എന്ന മാലിന്യം തുടച്ചു നീക്കുന്നു. മനസ്സ് തെളിഞ്ഞ സൂഫി വര്യന്മാർക്ക് നേരിട്ട് അനുഭവപ്പെട്ട കാര്യമാണിത്. അല്ലാമ ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹിയാണ് ഈ കാര്യം പ്രഖ്യാപിച്ചത്. ആകാശവാണി പോലെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇത് വായിച്ചു നോക്കിയാ ഇതിന്റെ കളി. അമീറ ഉണ്ടല്ല, അമീറ കൊടുക്കൂലല്ല, കിതാബൊക്കെ ഉണ്ടാന്ന് പറഞ്ഞു.
തനി നാടന്മാർ വണ്ടിയിൽ നിന്ന് വായിച്ചു നോക്കുമ്പോഴൊക്കെ ഏകദേശം തിരിഞ്ഞു പോലും ഭാഗമൊന്നുമില്ല. ഞാൻ ആ ആഗതമാകുന്ന തർത്തീവ് അങ്ങ് മക്കത്തെത്തി ഇങ്ങനെ 15 എന്താ വരത്ത് അങ്ങനെ ഇനി എന്താ വണ്ടി അപ്പോൾ അവർ ഇത് പകർപ്പെടുത്തിട്ട് ഇപ്പം നോക്കുന്നു നീ എന്താ വണ്ടി ഇപ്പം എന്താ ചെല്ലണ്ടി ഇപ്പോൾ അരയിൽ കെട്ടുമ്പോൾ എന്താ എല്ലാം ഉണ്ട്. വളരെ നല്ല പോലെ ഇതുപോലെ ഹജ്ജ് ഉംറ സൂപ്പർ ഫാസ്റ്റ് ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിന്റെ കുറേ ഇത് വരും. ഇത് ഉംറ എക്സ്പ്രസ് ആണ്. ഇല്ലേ അല്ല അത് ആയിട്ടില്ല തർത്തീവ്. ഇതെന്ന് പറഞ്ഞാൽ ചുട്ടെടുത്തിട്ട് വെറും മണിക്കൂർ എന്തെങ്കിലും ഒരു നോക്കാനോ ഒന്നിനുമില്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പം എന്താ വേണ്ടിയെന്ന് ഓരോ നേരത്തും നിങ്ങളോട് ചോദിക്കാൻ കഴിയുമോ? നമുക്ക് ഒരു ഐഡിയ ഇതിനെ പറ്റി ഇല്ല എന്നാ പറയും. കച്ചവടക്കാർ കൃഷിക്കാർ വണ്ടിയിൽ നിന്നാണ് പറഞ്ഞത്. അപ്പം മലയാളം വായിക്കോ? അങ്ങനെ അപ്പം ഇങ്ങനെ വായിച്ചിട്ട് എന്താണ് വാജിബാത്ത്, ഉപേക്ഷിച്ചാൽ ഹജ്ജ് ഉംറ സാധുവാകുന്നില്ലെങ്കിൽ പ്രായശ്ചിത്തം നിർബന്ധമായി തീരുന്ന ഒരു നിർബന്ധ ഘടകമാണ് വാജിബാത്ത്. ഉംറക്ക് വാജിബാത്ത് ഉണ്ടോ? ഉണ്ട്. ഏത്? മീഖാത്ത് വിട്ട് കിടക്കുന്നത് ഇഹ്റാമിന്റെ ശേഷമായിരിക്കണം. അതാ അതിൻ്റെ തവാഫ്. അർക്കാൻ എന്ന് പറഞ്ഞാൽ എന്ത്? ഉപേക്ഷിച്ചാൽ ഹജ്ജ് ഉംറ തന്നെ നഷ്ടപ്പെടുന്ന വിധം നിർബന്ധ അഭിവാജ്യ ഘടകം. ഉംറക്ക് അർക്കാനുണ്ടോ? ഉണ്ട്. ഏതൊക്കെ? നീയത്ത്, തവാഫ്, സഹി, മുടി നീക്കൽ, വഴിക്ക് വഴി ചെയ്യൽ, ഇഹ്റാമിന്റെ മര്യാദ, ശരീരമാകെ പരിപൂർണ വൃത്തി, മിസ്വാക്ക്, കക്ഷ ഗുഹ്യ രോമങ്ങൾ നീക്കുക, മീശ വെട്ടുക, നഖമുറിക്കുക. രോമങ്ങൾ നീക്കുന്നതിൽ തലമുടി എടുക്കണമെന്ന് എന്താ പറയാത്തത്? അങ്ങനെ ഒരു കയർത്തുകാരലാണ്. തലമുടി ഒരിക്കലും നീക്കരുത്. ഉംറ തീരുമ്പോൾ മുടി വളരെ അത്യന്താപേക്ഷിതമാണ്. അതിനാൽ മുടിയോട് കൂടിയാണ് പോകേണ്ടത്. കണ്ട, ഇഹ്റാമിന്റെ മര്യാദയിൽ പരമപ്രാധാന്യമുള്ള ഒന്നാണ് കുളി. ഈ കുളിക്കെന്താണ് ഇത്ര മഹത്വം? അതാണ് കുളി സുന്നത്തുള്ള ഒരു സന്ദർഭത്തിലും ഒരു കാരണവശാലും കുളി വിട്ടുപോകരുത് കേട്ടാ. കുളിയുടെ നീയത്ത് ഇഹ്റാമിന് വേണ്ടി ഞാൻ സുന്നത്ത് കുളി നിർവഹിക്കുന്നു. ആർത്തവകാരികളാണ് എന്നാലും കുളിക്കണം. കുളി സുന്നത്ത് തന്നെയാണ്. ആർത്തവകാരി ഇഹ്റാം പിന്തിക്കുകയല്ലേ വേണ്ടത്. ആർത്തവരക്തം മുറിഞ്ഞ് ശുദ്ധിയാക്കുന്നത് വരെ പിന്തിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ വേണം. ഇല്ലെങ്കിൽ ഉള്ളതുപോലെ ചെയ്തു കൊള്ളണം. വലിയ ശുദ്ധിയോടെ ഇഹ്റാം അസാദു കറാഹത്ത്. കുളിക്കാൻ പ്രയാസമായ തൈമം, കുളി തൈമം ഉപേക്ഷിക്കൽ കറാഹത്ത്. ഈ കുളിക്ക് പ്രത്യേക നിബന്ധന എന്താ? നല്ല ഇങ്ങനെ പോകുന്നു. വായിച്ചാൽ എക്സ്പ്രസ് തന്നെ ഒന്നുമില്ല. സാധാരണമായിട്ട് സുന്നത്ത് കുളി പോലെ തന്നെ. ഈ കുളിയിൽ മണമുള്ള സോപ്പിടാമോ? അത്ര സോപ്പ് പറ്റും. എണ്ണ ഇടാമോ? എണ്ണയും ഇടാം. മണമുള്ളതും അല്ലാത്തതും ആ എല്ലാ എണ്ണയും തേക്കാം. കുളിയുടെ ശരീരത്തിൽ സുഗന്ധം തേക്കുക. സ്ത്രീകളും ഇപ്രകാരം സുഗന്ധം ഇഹ്റാമിന് ഉദ്ദേശിക്കുന്ന എല്ലാവിധ സ്ത്രീ പുരുഷന്മാരും സുഗന്ധം പൂശിക്കൊള്ളണം. സുന്നത്താണ്. ഇഹ്റാം ഉദ്ദേശിക്കുന്നവർക്ക് നോമ്പുണ്ടെങ്കിലോ സുഗന്ധം സുന്നത്തില്ല, കറാഹത്ത്. ഇഹ്റാം ചെയ്യുന്നവർ വസ്ത്രത്തിൽ സുഗന്ധം പൂശലോ കറാഹത്ത്. നോമ്പുകാരായാലും അല്ലെങ്കിൽ കറാഹത്ത്. ഇഹ്റാം ചെയ്യാനൊരുങ്ങുന്ന പുരുഷൻ ഒഴിവാക്കേണ്ടത് ചുറ്റിത്തുന്നപ്പെട്ടവ ഏതും പഠിക്കണം. പിന്നെന്താണ് അവൻ ധരിക്കുക? അരയെടുപ്പും മേൽമുണ്ടും. മേൽമുണ്ട് പൂണുനൂല് പോലെ കെട്ടിയിടണമോ? വേണ്ട, അതൊരിക്കലും ഭൂഷണമല്ല. നിവൃത്തി തോളിലിടുകയാണ് വേണ്ടത്. മേൽമുണ്ടും അരയെടുപ്പും എങ്ങനെയുള്ളത്? പുതിയതും കൊടുത്തതും. കളർ വസ്ത്രം വേണ്ടേ? വേണ്ട, കറാഹത്ത്. പാദരക്ഷ സുന്നത്ത്. ഏതുവിധം ചെരുപ്പ്? പുതിയവ വളരെ ഉത്തമം. പാദരക്ഷകളിൽ എന്ത് തോന്നിക്കണം? മടമ്പോ കാൽവിരലുകളോ പരിപൂർണമായി മറക്കുന്നത് പറ്റില്ല. പിന്നെ ചെരുപ്പും ഷൂവാണ് പറ്റുക. ഓരോ മടമ്പിൽ നിന്നും അല്പമെങ്കിലും പുറത്ത് കാണണം. ഓരോ കാലിലെ ഓരോ വിരലിന്റെ അല്പമെങ്കിലും വെളിവാകണം. ഈ വിധത്തിലുള്ള ചെരുപ്പ് ഷൂ ധരിച്ചോളി. ഇഹ്റാമിന് തയ്യാറാവുന്ന പുരുഷൻ കയ്യറ പറ്റില്ല. ബെൽറ്റ് പറ്റും. വാച്ച് കെട്ടാം. സ്ത്രീ വെടിയണോ? ഇഹ്റാം ചെയ്യുന്ന സ്ത്രീ വെടിയേണ്ടവെന്ന്. മുഖം മറക്കരുത്, കയ്യറ പാടില്ല. മുഖം മറക്കാൻ പാടില്ലെന്ന പരിധിയിൽ ചെറിയ ഒഴിവ് പറഞ്ഞു തരിക. തലമറച്ചു എന്ന് ഉറപ്പാകാൻ തലയോട് മുഖത്തിൽ നിന്നുള്ള കുറഞ്ഞ ഭാഗം മറക്കണം. ആണിനോ പെണ്ണിനോ കയ്യറ പറ്റില്ലെങ്കിൽ ബദൽ സംവിധാനം പറയൂ. ആണായാലും പെണ്ണായാലും കൈകളിൽ തുണി ചുറ്റിക്കൊണ്ട് മുൻകൈകൾ മൂടാം. കയ്യോ അറിയാൻ പറ്റാണ്ടുള്ളൂ. ഇത് കാണിച്ചു കൊടുത്ത് തിരികെ മുണ്ടെടുത്തിട്ട് ഇപ്പം അതിക്ക് എങ്ങനെയുണ്ട്? നല്ല എന്നാ വന്നതാ. അതേപോലെ ട്രൗസറിനും പറഞ്ഞു കൊടുത്ത് ട്രൗസർ ഇടാണ്ടാവില്ല പോലും എക്സസ് ഉള്ളതുകൊണ്ട്. ഇപ്പം എന്താ വേണ്ടി? അപ്പം വലിയ തുണി എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി ഇറക്കി കാണിച്ചു കൊടുത്തു. ഇത് പറ്റും. ഇങ്ങനെ അടിച്ചു വെച്ചത് പറ്റില്ല. ഉണ്ടാവും.
എല്ലാം ഇറങ്ങേണ്ടതല്ലോ. അത്യാവശ്യം ഘടകങ്ങൾ അനുഭവത്തിലുള്ള എല്ലാം ഉണ്ട് മിക്കവാറും. ഇതേ തർത്തീബ്, അതേ പാച്ചലി. ഉംറ, ഹജ്ജ് ഉംറ സൂപ്പർ ഫാസ്റ്റാ വേണ്ടി പോലെ. വെള്ളത്തിൽ നിന്ന് എല്ലായിടത്തും മതിയാക്കുന്ന വെള്ളമില്ല. അല്പം സ്ഥലത്തേക്ക് മതിയായ വെള്ളം ഉണ്ട്. എന്നാലോ ശരീരത്തിൽ വൃത്തികേടുണ്ടെങ്കിൽ അസാലഹൂബിഹി, വെള്ളം കൊണ്ടല്ലാണ്ടാവില്ല. ഇല്ല, ശരീരത്തിൽ വൃത്തികേടില്ല എങ്കിൽ വുളൂവിനെങ്കിലും മതിയാകുമെങ്കിൽ അത് വുളൂവിന് തന്നെ ഒപ്പിക്കണം. വൈല വുളൂവിനും തികയുന്നില്ലെങ്കിൽ എന്താക്കണ്ടി വഹീനൈദിൻ ഇന്നവൽ വുളൂവ, വുളൂ കരുതിയെങ്കിൽ തയമ്മമാൻ ബാക്കി ഗൈറ തയമ്മുമിൽ ഗുസ്ലി. എന്താണ് തയമ്മമ അംബാക്കി ഗൈറ തയമ്മുമിൽ ഗുസ്ലി. പക്ഷെ രണ്ടെണ്ണം വേണമെന്നില്ല. രണ്ടെണ്ണം വേണമെന്നുണ്ടെങ്കിലേ പറയും. ഒന്നുകൊണ്ട് തന്നെ ഗുസ്ലിന്റെ നടപടി കൊണ്ട് തന്നെ വുളൂവും കൂടൂലേ. അപ്പൊ വുളൂവിന്റെ ബാക്കി ഇന്ദിറാജാക്കി കൂടെ. ഇത് ഇന്ദിറാജാക്കാണ് സ്പെഷ്യലാ പറഞ്ഞത്. തയമ്മമ അംബാക്കിഹി, വുളൂവിന്റെ അവയവത്തിൽ നിന്ന് ബാക്കിയുള്ള ഭാഗത്തിൽ തയമ്മം ചെയ്യുക. ഗൈറ തയമ്മുമിൽ ഗുസ്ലീൻ, കുളിയുടെ തയമ്മം വേറെ. അപ്പം പറയുന്നത് കുളിയുടെ തയമ്മത്തിൽ തന്നെ ഒന്നു തന്നെ പെടൂലേ. വൃത്തിക്കോ നിങ്ങൾ സ്പെഷ്യൽ വേണ്ടിക്കലല്ലേ പറയും. അതില്ല കഫാ തയമ്മുൽ ഗുസ്ലി, ഇല്ല കഫാ തയമ്മുൽ ഗുസ്ലി. ഒന്നുവിന്റെ അവയവം കഴിച്ച് എന്തെങ്കിലും തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ ശരീരത്തിന്റെ മേൽഭാഗം കഴുത്തിന്റെ മേൽപോട്ട് നടക്കൽ, അരക്കി മുത്തിൽ കഴിഞ്ഞത്ര അയല ഭാഗത്ത് വെള്ളം ഉപയോഗിക്കും. കീഴ്പോട്ട് വേണ്ട, കീഴ്പോട്ട് അവഗണന. തിരിഞ്ഞില്ലേ? വലിയ അറമി, അറമിൽ കിടക്കുന്നതിന് വേണ്ടിയും എന്ത് വേണം? അറമിലെന്നും വെറുതെ കയറാൻ പറ്റുമോ? എവിടുന്നാണ് വിളിക്കേണ്ടത്? മക്കയിൽ കിടക്കാൻ വിളിക്കണ്ടേന്നെല്ലാം പറഞ്ഞിട്ട് എവിടുന്നാ വിളിക്കേണ്ടത്? ജെറൂസലം അതിനെ സ്റ്റോപ്പെല്ലാം പറഞ്ഞു കൊടുക്കുന്നില്ലേ? എവിടുന്നാ വിളിക്കേണ്ടത് എന്നെല്ലാം കൂടാ നമുക്ക് എവിടുന്നാ വിളിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ അറമിൽ കിടക്കാൻ വിളിക്കണം. വൃത്തിയായ അറമിനെ ആദരിച്ചുകൊണ്ട് തുമ്മലി ദുഹൂരി മക്കൾക്ക് വേറെയും പോണം. അത് വേറെ മേല. അറമിൽ കിടക്കാൻ കുടിയുണ്ട്. അറമെന്ന് പറഞ്ഞാൽ മക്കയും കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ 9 വലിപ്പം വേറെയില്ലേ? മക്കന്റെ കട അരിയൂർക്ക് പോലെ ഒരു ഉള്ളിലുള്ള റിങ് മക്ക. പണ്ട് മക്കയും അറമും തിരിയായിട്ട് അരിയൂർക്ക് കൊണ്ടുപോയി എല്ലാവർക്കും ഇതെന്താന്ന് അരിക്ക, ഇത് മക്ക. ശരി, ഇതോ ഇത് വേറെ നാട്, ഇതോ 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 ഇതെല്ലാം കൂടി ഹറം. ജിദ്ദ വിട്ട് കഴിഞ്ഞാൽ തന്നെ ഹറമിന്റെ ബോർഡ് കാണും, മുസാഫിന്റെ ചിത്രവും വെച്ചിട്ട്. അപ്പൊ ഹറമ് കയറുമ്പോൾ കേട്ടാലല്ലോ അതെല്ലാം വലിയ സർവീസ് നൽകണോ? വെറുതെ ഹജ്ജ് ഉംറ ചെയ്യാൻ കഴിയോ? ഇത് കീമൽ കാൽമെല്ലാം നമ്മൾ ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഹജ്ജിന്റെ ബോർഡ് ഹറമിന്റെ ബോർഡ് കാണുമ്പോഴേക്ക് എല്ലാവരും പറഞ്ഞു വന്നാണ് ഏറെ തക്ബീർ ചൊല്ലിക്കോ. അറമ് കാണും. ഏത് ഭാഗത്തിൽ കൂടി അറമ് പുറത്തിറങ്ങിയിട്ട് കയറുമ്പോ എല്ലാം പോണം. അറമിന് ഈ പാസ് ഉണ്ടെങ്കിലേ കയറാൻ കഴിയൂ. വനവ് ഹലാലൻ ഏറാൻ കെട്ടാതെ ആളായാലും മക്കയിൽ കിടക്കുന്നുവെങ്കിൽ മക്കയിൽ കാലം ഉത്തണ്ടിക്കൽ എന്ത് വേണം? അന്നാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ ഹറമിന്റെ അടുത്തെത്തിയാൽ തൽബിയത്ത് നിർത്തിവെക്കും. ദീതുവയിൽ താമസിക്കും. ദീതുവ എന്നിട്ടോ സുബ്ഹി നമസ്കരിക്കും, കുളിക്കും. നബിതങ്ങൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ബുഖാരി മുസ്ലിം. കുളിച്ചോണ്ട് കണ്ടോ അതിന് വിശ്വാസാന്ന് തോന്നുമ്പോൾ വിശ്വാസത്തിൽ കന്നാസാകും. കൂടെ കൂടെ കുളി വരുന്നുണ്ടെങ്കിൽ ഒരു കുളി കൊണ്ട് മതിയാക്കണം.
കുടിച്ചോണ്ടിരിക്കുമ്പോൾ ആള് പറയും ഞാൻ അങ്ങനെയാന്ന് ഓരോ പേര്. അല്ല നബിമാമനെ പരിചയപ്പെടുത്തിയില്ല. പണ്ടേ കുറെ ആളുകൾക്ക് ലഖബ് കിട്ടിയിട്ടുണ്ട്. സുൽത്താനുൽ ഉലമാ ഇസ്സദ്ദീൻ അബ്ദുസ്സലാം, അല്ലാമത്തു ദുനിയ അൽ ബുൽഖിനി, അങ്ങനെ പറയുന്നുണ്ട്. അഖ്ദൽ ഖുലാത്തൽ മാവർദി നബിമാമനെ പരിചയപ്പെടുത്തി. ഓരോരുത്തർക്ക് എന്ത് കിട്ടി? താജുൽ ഉലമ എന്നെല്ലാം പറഞ്ഞ പോലെ ഓരോ പേര് പോലും അങ്ങനെ പണ്ടേ കിട്ടിയിട്ടുണ്ടാവും. സുൽത്താനുൽ ഉലമ ഇസ്സദ്ദീൻ അബ്ദുസ്സലാം എന്നവർക്ക് നിബിധങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്തതാന്ന് പോലും ഇൽഹാമായിട്ട്. നേരമ്പളത്തേൻ പറഞ്ഞ് ഇങ്ങനെ നിബിധങ്ങൾ വന്നിട്ട് സുൽത്താനുൽ ഉലമ എന്ന് എന്നെ വിളിച്ചു ഉണ്ട്. നിങ്ങളെ ഷെർവാനി തന്നെ ഉണ്ട്. അത് അവരെ പരിശുദ്ധി കൊണ്ടാവും. തസ്കിയത്തേക്ക് മാമ ചാതലിത്തേക്ക് മാമന്നല്ല ബൈത്തെല്ലാം ചെല്ലുമല്ലോ, എല്ലാം ഉണ്ട്. അതെ അത് അതായത് വെറും കിതാബ് തദ്രീസിന്റെ അല്ല, അങ്ങനെ രണ്ട് രംഗം ഉണ്ടല്ല, കിതാബ് മാത്രമേ ഒക്കെ ഉത്സാഹം അങ്ങനെയല്ലേ. ഇതാക്കിയോ മറ്റേത് അങ്ങനത്തെ ഒന്നും കൊടുക്കുന്നില്ലല്ല. ധൈര്യവും മാത്രം. ജിലാനി ഷെയ്ഖ്, അതുപോലെ അഹമ്മദ് അൽ കബീർ ജിഫായി അവരെല്ലാം കാണുന്നില്ലേ? ഇത് തങ്ങളെ മാതിരി മക്കയിൽ നിന്ന് പുറത്തിറങ്ങി ഹറമിലേക്ക് കേറാൻ കെട്ടി തന്നെയുമിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് നടക്കേ വേണ്ടു. ഒന്നുമില്ല, വെറുതെ വണ്ടിയൊന്നും വേണ്ട. വണ്ടിനേക്കാണ് നമുക്ക് നല്ലൊന്ന് സമയം കൊണ്ട് തന്നെയും പോയി വരാം. വണ്ടി ഇതെല്ലാം ഓണായിട്ട് നിങ്ങളെ ബ്ലോക്ക് കഴിയേണ്ട ഈ പണി എത്ര കിടക്കുന്നു. നമുക്ക് ശരിയായ ഒരു ആരോഗ്യമുള്ളവരാണെങ്കിൽ മിനയിൽ നിന്ന് അർഫയിലേക്ക്, അർഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് എല്ലാം നടക്കുന്ന അത്ര നല്ലത്. കാരണം നടക്കുന്നതിനൊരു പ്രയാസമില്ല. വണ്ടി ബ്ലോക്ക് കൊണ്ട് ഈ അടുത്തൊന്നും ആവില്ല. തന്നീമിൽ പോയി വരാം. ഭക്തസലമിൻഹു തന്നീമിൽ നിന്ന് വിളിക്കാണ്ട് ഏറാൻ കേട്ടോ. തന്നീമിൽ നിന്ന് വിളിച്ച് ഏറാമിൻ എന്നാലും എന്താ ഇത് എന്തായാലും 40 മിനിറ്റ് ആയ 40 മിനിറ്റും ആവില്ല. ഇനി വിളിക്കണം. ഹുദൈബിയയിലാണ് ഏറാൻ കെട്ടാൻ പോയത്. അപ്പൊ മടങ്ങി വരുമ്പോഴേക്ക് മണിക്കൂർ 4 ആവും. അന്നേരം എന്ത് വേണം? എന്താ ഹുദൈബിയ പറഞ്ഞത്? ഹുദൈബിയന്റെ കണക്കെന്തേ തകയ്യൂർ വരാൻ സാധ്യത ഉള്ളിടത്ത് വിളിക്കണമെന്ന്. അങ്ങനെ മാത്രമാണ്. ഇങ്ങനെ തകയ്യൂർ വരുമല്ലോ, വരാണ്ടിക്കോ പ്രശ്നസ് പോകും. ഹുദൈബിയ പോയിട്ട് ഇങ്ങെത്തുമ്പോഴേക്ക് പ്രശ്നസ് പോകുന്നിടത്തെല്ലാം കുളിക്കണം. അപ്പൊ അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ചില ആൾക്കാർ എപ്പോൾ ഉപ്പിന്റെ ചാക്ക് വെച്ച വലയാണ് വിയർത്തിട്ട് ഇങ്ങനെ ആണ്ട് നിൽക്കുന്നവരുണ്ടാവും. ഈ വന്നാൾ പോയാൽ മതി, ഒറ്റ കുപ്പായ അയച്ചു വെക്കണം. ശരീരത്തിൽ കുപ്പായ ഇടാത്തവരില്ലേ, അങ്ങനത്തെ ആളാണെങ്കിൽ ചെറിയ ഡിസ്റ്റൻസ് ആയാൽ കുളിക്കണം. തീർച്ചയായും കാര്യം ഹജ്ജ് കൊണ്ട് തന്നീമ, ഹജ്ജ് കൊണ്ട് ഏറാൻ കെട്ടി. എന്തിനാ ഏറാൻ കെട്ടി? ലം യഖ്തുർ ലഹു അവന് ഇഹ്റാം തോന്നിയില്ല ഇല്ലാഹിനയിൽ അന്നഹു ലൗ അഹ്റമ മിൻ നഹ്വി തൻഈം ബിൽ ഹജ്ജ് ലികൗനിഹി ലം യഖ്തുർ ലഹു ഇല്ലാഹിനയിൽ ഔ മുഖീമൻ സമ അല്ലെങ്കിൽ അവിടെ തന്നെയാണ് താവളം ആൾട്ട് ബൽ എന്ന് മാത്രമല്ല വൈൻ അഖറ ഇഹ്റാമഹു തഅദിയൻ അവിടുന്ന് ഏറാമിനെ പിന്തിച്ചു. ഏറാൻ കെട്ടേണ്ട ആളാണ്. പക്ഷെ വക്തസലി ഏറാമിഹി ഏറാമിന്റെ പേരിൽ എന്താക്കി? എന്നാലായ വക്തസലി ദുഖൂലിഹ വക്കീൽ കയറാൻ പോലെ വിളിക്കണം. വയൂഖദു മിൻഹു ഈ പറഞ്ഞതിൽ നിന്ന് പിടിക്കപ്പെടും. അന്നഹു ലം യഗ്തസല ലിദുഖൂലിൽ ഹറമി. മനസ്സിലാകുന്നില്ലേ?
ഹറമിൽ കയറാൻ വേണ്ടിയിട്ട് കുളിക്കാനാണെന്ന് തന്നെ ചേർത്താക്കും, ബസ്സിൽ പിടിച്ച് തിരിക്കും. എല്ലാം വണ്ടിയന്മാർ ഇറങ്ങി കയറാം. നിങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ പോയിട്ട് ഉണ്ടാക്കാണ്ട് കയറാൻ. വെൽക്കം ടു മക്ക, 70 കിലോമീറ്റർ. കിലോമീറ്റർ ആകുമ്പോൾ സ്റ്റാർട്ടിങ് ഹറം. നല്ല ബാനർ കാണും. അപ്പുറം തന്നെ പള്ളിയും കേന്ദ്രങ്ങളെല്ലാം ഉണ്ട്. അപ്പുറം കുളിക്കണം. കുളിക്കാണ്ട് വന്ന് കാണുമ്പോൾ ഒന്ന് അറിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ കളിയാക്കും, അടക്കിന്ന് പറയും കേട്ടാ. പിന്നെ അങ്ങനെ ഏറാൻ കട്ടില്ല, അല്ല ഏറാമില എന്നുണ്ടെങ്കിൽ അതുപോലെ തൽബിയത്ത് എങ്ങനെയാ വേണ്ടത് എല്ലാം നല്ല ബയാനുണ്ടില്ല, അല്ലാത്ത ബയാനം. എന്നിട്ടോ ായി കുളിച്ചതേർന്ന് മഹലിൻ ഖരീബിൻ മിന്ന, തൊട്ടപ്പുറത്തുനിന്ന്. എന്നാൽ ഉപ്പിന്റെ ചാക്കല്ലാത്തവർക്കാണ്. ദിവസം 4 വട്ടം കുളിക്കുന്ന ആളില്ലേ, അവർക്ക് എന്ത് വേണോ? ഈ കുപ്പായിലിട്ട് നന്നായി വീർത്തളിച്ചിട്ട് ആകെ പരസ്യം കൊടുക്കല് വെള്ളൂറ്റി. അങ്ങനത്തെവർക്ക് അല്ലെങ്കിലാണ്. അല്ലാത്തവർ കുളിക്കണ്ടേ? മൈലാ സുന്ന മുത്തലാക്കന്ന, തൊട്ടടുത്ത് കുളിച്ചാലും എന്ത് വേണം? വലിൽ വുഖൂഫി ബിഅറഫ, വലിൽ വുഖൂഫി ബിഅറഫ. വല്ലഫ്ളു, ഏറ്റവും നല്ലത് കൗനു ബഅദ സവാൽ, ഒന്നിടക്ക്. കാരണം അറഫയിലപ്പോഴേ നിൽക്കുള്ളൂ. മതിയെ കുളിക്കുന്നത് ശരിയില്ല. ജനപ്പെടുത്താലും കുളിക്കണമെങ്കിൽ അപ്പോഴൊക്കെ കുടിക്കുന്ന കഞ്ഞീൻ്റെ മാതിരിയാകും. പിന്നെ ഡോക്ടറോട് പണ്ട് ചോദിച്ചില്ലേ, ഇങ്ങനെ മരുന്ന് ഓരോ നേരം എടുത്ത് നടക്കണ്ടേ? 10 മില്ലി, അതിന് 30 മില്ലി ഒരു നേരം കുടിച്ചൂടെ? കുടിക്കുന്ന കഞ്ഞീൻ്റെ മാതിരിയാവും. 10 മില്ലി സ്വീകരിക്കും, ബാക്കി 20 അങ്ങ് മറന്നിട്ട് മൂത്രിച്ചിട്ട്. നല്ല വിദഗ്ധനായ ഡോക്ടർ ബന്ധപ്പെട്ടു 7-ാം മൈലിലാണ് ചികിത്സ പഠിക്കുമെങ്കിൽ മാത്രമേ തുടങ്ങുള്ളൂ. നിങ്ങൾക്ക് മറ്റന്നാളെ മരിക്കണം. അടിസ്ഥാന സുന്നത്ത് കിട്ടും. നേരം പ്രഭാതം പുലർന്നാലും കുളിക്കാം, എന്നാലും സുന്നത്ത് കിട്ടും. നേരത്തെ മസാല കിട്ടിയത് وللوقوف بمزدلفة، وللوقوف بمزدلفة غداة النهر. 10 സുബഹിക്ക് ഫജ്രി, അത് വഖൂഫിൽ മഅറൂഫ, അത് വഖൂഫിനാണ്. നിൽക്കേണ്ടത് എപ്പോ? അത് വഖൂഫിലേക്ക് മടക്കുക, അല്ലെങ്കിൽ എങ്ങനെ അർത്ഥം വെക്കൽ അല്ലേ? മുസ്ദലിഫ എന്ന് പറഞ്ഞാൽ മഷ്അറുൽ ഹറാമ മുറാദ് ഇലാഹിലുണ്ട്. മുസ്ദലിഫയിൽ അങ്ങനെ വഖൂഫുണ്ടോ? നേരം പെടുത്താൽ മഷ്അറുൽ ഹറാമിൽ നിൽക്കണം. അതൊരു കെട്ടിടമാണ് എന്നല്ല പറഞ്ഞിട്ടില്ലേ? ഇലാഹില് ആശിയത്തുൽ ഇലാഹിൽ വിനാജറിന്റെ അവിടെ നിൽക്കാൻ വേണ്ടി. എപ്പോഴാണ് നിൽക്കുക? കുളിക്കേണ്ടത് എപ്പോഴെന്നല്ല. വയതുകുലു വക്തു ഹാദൽ മുസ്ലിം ബിനിസ്ബിൽ ലൈലി എന്നാണ്. അല്ലാണ്ട് കുളിക്കേണ്ടത് മുതൽ തന്നെ നിങ്ങൾ അർഫിന്നല്ലേ തുടങ്ങിയിരുന്നു. അപ്പൊ 10 മണിയാകുമ്പോഴേക്ക് എടുത്തു മുസ്തലിഫയിലെത്തല്ല. പിന്നെ സുബഹിക്ക് വേണ്ടി കുളിക്കൽ പെരുന്നാളിന്റെ പുള്ളിന്റെ സമയമായി. നിസ്ബുല്ലയിലായാൽ 12 മണിയായാൽ അവർ 2 നീയത്ത് വെക്കണം എന്നല്ലോ. പെരുന്നാളിന്റെ പുള്ളി വിട്ട് കളിക്കാൻ പറ്റുമോ? അങ്ങനല്ലേ വരുന്നത് 9 കഴിഞ്ഞിട്ട് 10-ാം തീയതി എന്താ അപ്പം മുസ്ലിമല്ല പത്തന്മാരില്ലേ? നർജു മിൻ സആദാതിക്കും അക്സർ
മിൻബിലാദിൽ അറബി. പണ്ട് സ്വാഗതം പറഞ്ഞില്ല അറബികൾക്ക്. നർജു മുസാദാത്തിക്കും അക്സർ മിൻബിലാദിൽ അറബി. മിൻബിലാദിൽ അറബി. അറബി നാട്ടിലുള്ള ഈ നാട്ടാണ് ഈ തരുന്നതാണ്. അങ്ങനെ തരാക്കിയോ? അയ്യോ, നർജു മുസാദാത്തിൻ അക്സർ, നമ്മൾ കൂടുതൽ സഹായം അഭ്യർത്ഥിക്കുന്നു. എവിടെ നിന്ന്? മിൻബിലാദിൽ അറബി. അക്സർ മിൻബിലാദിൽ അറബി. അങ്ങനെ പൊക്കോ. മൂന്ന് ദിവസം കല്ലെറിയണ്ടേ? 21 കല്ലെടുത്തിട്ട് കൊണ്ടേ നല്ല കുളിച്ചു ടിപ്ടോപ്പായിട്ടാ നോക്ക്. നിസ്കരിക്കാൻ പറ്റൂല. അതെ, കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആകെ ചങ്ങലയിൽ നൂരി പോലെ ഉണ്ടാവും. പിന്നെ നിസ്കരിച്ചാലൊന്നും അവസാനിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ കല്ലെറിഞ്ഞിട്ട് വന്നിട്ടാ നല്ലത്. ഈ നിസ്കാരം ബോറടിക്കണ്ട. ഇത് നല്ല സ്പെഷ്യൽ നിസ്കാരമായി വരും കല്ലെറിഞ്ഞിട്ട് വന്നാൽ. അങ്ങനെയെല്ലാം ഉണ്ട്. അത് അനുഭവക്കാരോട് തന്നെ ചോദിച്ചു. ഈ കല്ല് പാക്കറ്റാക്കിയിട്ട് പോയില്ലേ, അധികം ഞാൻ നിസ്കരിച്ചില്ല മോനെ, വയ്യ നിസ്കരിക്കാന്നല്ലേ ഇഷ്ടമാണെന്ന് പറഞ്ഞേ. നിസ്കരിക്കാൻ കയറി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു തേമ്പു കന്യാന്ന് സ്ഥലം, പാലും തേരന്യാന്ന്. അപ്പൊ എന്താ പിശാച് ഇറങ്ങിപ്പോയി. കണ്ടോ? ഐ ഫീ കുല്ലി യൗമിൻ മിൻഹാം ഖബല സവാലിഹി ഔ ബഅദഹു. കുളിക്കൽ നിങ്ങൾ എറിയൽ ഉച്ചക്കേ അറിയാൻ പറ്റുള്ളൂ. കുളിക്കൽ രാവിലെ കുളിച്ചു വെച്ചോ, അല്ലെങ്കിൽ ശക്തി കിട്ടി. മാ കദ്ദം തുഹാനിപ്പൻ എത്ര പറഞ്ഞത്? മിനിസ്പില്ലീൻ അല്ല, വയതൽ ഫജിരി എന്ന് പറഞ്ഞത്. ശക്തി കിട്ടിയില്ലേ? വയതൽ ഫജിരി നല്ലതാണെന്ന് കിട്ടിയില്ലേ? റമിയിന് വേണ്ടി 21 7 ടോട്ടൽ 70 കല്ലല്ലേ? ഈ ആസാരിയും പറഞ്ഞ കല്ലെറിയാൻ വേണ്ടി പോകുമ്പോൾ കുളിച്ചിട്ടേ പോകാവൂ. ഇബ്നു അബീ ശൈബയിലില്ലേ ഉണ്ട്. കല്ലെറിയാൻ പോകുമ്പോൾ ഓരോ ദിവസവും എന്ത് വേണം? അത് ജനറൽ കമ്പാർട്ട്മെന്റ് ആവാൻ. ജനങ്ങൾ തിങ്ങിക്കൂടുന്ന ഏത് പോസ്റ്റുണ്ടെങ്കിലും എന്ത് വേണം? ഇപ്പൊ നേർച്ചാമംഗല ഉണ്ടെങ്കിൽ കുളിച്ച ടിപ്ടോപ്പായിട്ട് നല്ല അല്ലേ? ആ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമ്മേളന മീറ്റിംഗ് അല്ല എക്സിക്യൂട്ടീവ് എന്തുണ്ടെങ്കിലും വേണം. വലിയ പണ്ട് ജമാഅത്തിന് കുളി വേണോ തവാഫിന് കുളി വേണോ എന്നല്ല ക്വസ്റ്റ്യൻ ഉണ്ടായി. വലിയ എന്ന് പറഞ്ഞ ആ കമ്പാർട്ട്മെന്റിലാ പള്ളി. അല്ലാണ്ട് നിങ്ങൾ ജമാഅത്ത് നടത്തി വകയോ തവാഫിന്റെ ആ പേരിലല്ല. ഇജ്തിമാഇന്റെ കേന്ദ്രം എവിടെ ഉണ്ടോ? ആ ولا يسن لدخول مزدلفة ولا لرمي جمرة العقبة اكتفاء بما قبله. അവിടെ എല്ലാം തൊട്ട് മുമ്പ് വിളിച്ചിട്ടുണ്ടാവുമല്ലോ. മുസ്ദലിഫയിൽ കാല് കുത്തുമ്പോൾ വിളിക്കണ്ടാന്ന്. എന്തേന്ന് പറഞ്ഞാൽ ഇങ്ങനെ അർപ്പയിന്നല്ലേ വരുന്നത്. അതുപോലെ ജംറത്തുൽ അഖബ നേരം വിളിക്കുമ്പോഴല്ലേ. അപ്പൊ മുമ്പ് വിളിച്ചില്ലേ? പെരുന്നാളിന്റെ കൂടി. ومنه يؤخذ أنه لو لم يتصل لوقوف مزدلفة മുസ്ദലിഫയിൽ നിൽക്കാൻ വേണ്ടി കുളിച്ചതേ ഇല്ല. എന്നാൽ സുന്നലഹു ലിറമിഹാ അറിയാൻ വേണ്ടി എറിയുമ്പോൾ 8 മണിയാവും. നേരത്തെ 6 മണിക്ക് ഇങ്ങനെ മുസ്ദലിഫയിൽ കഴിച്ചു. അങ്ങനെ കുളിച്ചാ പെരുന്നാളിന്റെ വിളി ഒന്നും കുളിച്ചിട്ടില്ല. എന്നാൽ 8 മണിക്ക് ബഹുമുത്തജീബ് പ്രത്യേകം സുന്നത്തില്ല എന്നാണ്. അവിടെ ചെറുവാലി വായിച്ചോക്ക്. പ്രത്യേകം സുന്നത്തില്ല എന്നാണ് മുറാദ് വെക്കേണ്ടത്. തവാഫിന് കുളി വേണ്ടെന്ന് പറഞ്ഞാൽ വേണമെന്ന് മറ്റൊരാളും പറഞ്ഞു. അത് ഏറ്റുമുട്ടണ്ട. തവാഫിന് കുളി ഉണ്ടോന്ന് തവാഫിന് തവാഫിൻ ഒരു തവാഫിനും തന്നെ എന്തില്ല. ഈ തവാഫ് പല സൈസില്ലേ? ഉദൂമ്, ഇഫാദത്ത്, ഇങ്ങനെ ബദാൾ. ഒരു തവാഫിനും തന്നെ എന്തില്ല.
സുന്നത്തില്ല എന്ന് പറഞ്ഞാൽ തവാഫ് എന്ന പേരിൽ എന്തില്ല, പിന്നെ ഇത് കൗലുഹു തവാഫ് എന്ന അമ്മ പിന്നെ ഇത് ഇന്ന ഫീഹി ഇജ്തിമാഅൻ ഫൈസന്നൂൻ വലാലി ഹൽഖിൻ ലിത്തിസായി വഖ്തൈഹിമാ. ഹൽഖിന്റെയും തവാഫിന്റെയും ടൈം വളരെ വിശാലമാണ്. അപ്പം തിക്കും തിരക്കും കുറയും, അധികം ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ വേറെയും കാരണമുണ്ട്. പ്രാഥമിക തവാഫ് ഉണ്ടല്ലോ, അതിന് കുളിക്കാണ്ട് പോകില്ലല്ലോ. ഈ മുസ്ലിം ദുഖൂലിമൊക്കെ ഉണ്ടല്ലോ, വലിയ ഇക്തിഫായി മതിയാക്കിയതിന് വേണ്ടി ഖുദൂമിന്റെ തവാഫിന്റെ അടുത്ത് ആടെന്താ കുളിക്കാത്തത് എന്ന്. ഖുദൂമിന്റെ അടുത്ത് എന്താണ് കുളിച്ചല്ലോ. മുമ്പ് പറഞ്ഞതിൽ നിന്നും കിട്ടും. എന്താ കിട്ടലി? ഇതുവരെ പറഞ്ഞതിൽ നിന്ന് എന്തെല്ലാം കിട്ടി? എന്നല്ല ഇപ്പം പറഞ്ഞത് എന്ന പദത്തിൽ നിന്ന് മുസ്ദലിഫിന്റെ വഖൂഫിന്റെ കുളിയും ഈദിന്റെ കുളിയും നിർത്തിവെച്ചാൽ സുന്നാലി റമീ ജംറത്തുൽ അഖബ ഔ ഗുസ്ല ദുഖൂലി മക്ക ഔ ത്വാലൽ ഫസ്ലി ബൈനഹു വബൈന തവാഫിൽ ഖുദൂമി സുന്നലോ എല്ലാം ക്ലിയർ ആയി.